പൂക്കളും പൂന്തോട്ടവും ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയം കവർന്ന തെക്കേ അമേരിക്കൻ സുന്ദരിയാണ് ബൊഗെയ്ൻവില്ല. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി വിവിധ ഇനങ്ങളിൽ നിരവധി ബൊഗെയ്ൻവില്ല ചെടികൾ കൊണ്ട് വർണ്ണ പ്രപഞ്ചമൊരുക്കിയിരിക്കുകയാണ് ചുഴലി മാവൻചാൽ സ്വദേശി അഫ്സൽ. വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബൊഗെയ്ൻവില്ലകൾ ഏതൊരു ഉദ്യാനപ്രേമിയുടെയും മനം കവരും. വെറുമൊരു കൗതുകം കൊണ്ട് മാത്രമല്ല, തന്റെ 3ാം ക്ലാസ്സുകാരിയായ മകൾ റിസയ്ക്ക് ചെറുപ്പത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ കൂടി വേണ്ടിയാണ് അഫ്സൽ ബൊഗെയ്ൻവില്ല ചെടികൾ നട്ടു വളർത്തി തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷമായി തന്റെ വീട്ടുമുറ്റത്തൊരുക്കുന്ന വർണ്ണാഭമായ ചെടികൾ നടാനും പരിപാലിക്കാനും ഇന്ന് മകൾ റിസയും കൂടെയുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമാണ്. ഞാൻ രാവിലെ വെള്ളമൊഴിക്കലും ചെയ്യും. പിന്നെ എനിക്ക് ചെറുപ്രായത്തിൽ കളർ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമാണ്. കാര്യമായ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ബൊഗെയ്ൻവില്ലയ്ക്ക് ചട്ടിയിൽ വളർത്തുന്നതിനാൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടെന്നും നല്ല വേനലിൽ പോലും സമൃദ്ധമായി പൂക്കുമെന്നും അഫ്സൽ പറയുന്നു. ബൊഗെയ്ൻവില്ലയിലേക്ക് തിരിയാനുള്ള കാരണം, മകൾ LKG പഠിക്കുന്ന സമയത്ത് കളറുകളെ കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ബൊഗെയ്ൻവില്ലയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അത് തേടിപ്പിടിച്ച് ഇവരെ കളർ പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. ആദ്യം നമ്മളെ നാട്ടിലുള്ള വെറൈറ്റികളാണ് സംഘടിപ്പിച്ചത്. പിന്നെ ഇതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വ്യത്യസ്ത ഇനങ്ങളുണ്ടെന്നും ഒരുപാട് 400-പരം വെറൈറ്റികളുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ബംഗാളിലുള്ള ഒരുപാട് ആളുകളായിട്ട് സോഷ്യൽ മീഡിയ വഴി, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ബന്ധപ്പെട്ട് പുതിയ പുതിയ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ വരുത്തി കളക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ 100-നടുത്ത് വെറൈറ്റികളുണ്ട്. ഇത് ഏകദേശം ഒരു 4-5 വർഷത്തോളമായി ഈ ബൊഗെയ്ൻവില്ല മാത്രമായിട്ട് ഞാൻ ചെയ്യുന്നത്. നവംബർ തുടക്കത്തിൽ ഇത് പൂവിട്ട് തുടങ്ങും. മെയ് മാസം അവസാനം വരെ ഇതിൻ്റെ ഫ്ലവറിങ് കാലമാണ്. കൊൽക്കത്തയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ഓൺലൈനായി ശേഖരിച്ച അപൂർവ ഇനങ്ങൾ അഫ്സലിന്റെ ശേഖരത്തിലുണ്ട്. സൺറൈസ് വൈറ്റ്, ചില്ലി റെഡ്, ചില്ലി ഐസ്ക്രീം, ചോക്കോ ബ്രൗൺ തുടങ്ങി 100ഓളം വ്യത്യസ്ത ഇനങ്ങൾ ഈ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നു. കൃഷിവകുപ്പിൽ ഉദ്യോഗസ്ഥനായ അഫ്സൽ സ്വന്തമായി ഗ്രാഫ്റ്റിംഗ് ചെയ്തും പുതിയ ഇനങ്ങൾ വികസിപ്പിക്കാറുണ്ട്. ബൊഗെയ്ൻവില്ലയുടെ ഭംഗി കണ്ട് തൈകൾ തേടി എത്തുന്നവരും നിരവധിയാണ്. ചുരുക്കത്തിൽ അഫ്സലിന്റെ വീട് ഇന്ന് വെറുമൊരു വീടല്ല, പൂത്തലഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനം തന്നെയാണ്.